നയൻതാര വിസസ് ധനുഷ് എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ നല്ല രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് 17-ാം തീയതി ഞായറാഴ്ച രാത്രി 11 മണിക്കാണ്. അപ്പോൾ ഇതുവരെയുള്ള അപ്ഡേഷൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്കകത്തൂടെ കാണാൻ കഴിയുക. ആൻഡ് ഇതുവരെയുള്ള എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്കകത്ത് കാണാൻ കഴിയും. ആൻഡ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം രണ്ട് രീതിയിൽ, അതായത് ധനുഷിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നയൻതാരയുടെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. കാര്യം കുറേ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള കുറേ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനോട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാം. അതിന് മുന്നേ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ആണെങ്കിൽ ഈ ഒരു ഇഷ്യൂ എന്താണ് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ബൈറ്റ് ഞാൻ ഇങ്ങോട്ട്, അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയ നയൻതാര ഒരു വശത്ത്, തമിഴകത്തെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ നിർമ്മാതാവായ ധനുഷ് മറുവശത്ത്. അങ്ങനെ ഇവർ നേർക്കുനേർ വരുന്ന അത്യസാധാരണമായ ഒരു താരപ്പോരാണ് ഇപ്പോൾ തമിഴകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. 2 വർഷങ്ങൾക്ക് മുൻപ് നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനുമായുള്ള വിവാഹത്തിന്റെ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കും. അതിന്റെ ഒരു ടീസർ അന്ന് പുറത്തു വന്നിരുന്നു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തിടെയാണ് നയൻതാരയുടെ ജീവിതം പൂർണ്ണമായും പ്രമേയമാകുന്ന ഒരു ഡോക്യുമെന്ററി, ഏതാണ്ട് 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി പുറത്തുവിടുന്നു. അത് നവംബർ 18-ന് നയൻതാരയുടെ ജന്മദിനത്തിൽ പുറത്തുവരുമെന്ന് നെറ്റ്ഫ്ലിക്സ് അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വന്നിരിക്കുന്നത്. വിവാദത്തിന് കാരണമായ സംഭവം 2015-ൽ നയൻതാരയുടെ ഭർത്താവായ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാൻ റൌഡി താൻ എന്ന സിനിമ, അത് നിർമ്മിക്കുന്നത് നടൻ ധനുഷാണ്. ആ സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിലാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത്. പിന്നീട് 2022-ൽ ഇവർ വിവാഹിതരായി. ഈ വിവാഹവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി നിർമ്മിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, വഴിത്തിരിവെന്ന് പറയുന്നത് ഈ നാൻ റൌഡി താൻ സിനിമയാണ്. ആ സിനിമയുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ഈ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നയൻതാര 2 വർഷമായി നയൻതാരയുടെ വാക്കിൽ പറഞ്ഞാൽ ധനുഷിന് പിന്നാലെ നടക്കുന്നു. പക്ഷെ ധനുഷിന് അതിന് അനുമതി നൽകുന്നില്ല, ഒരു തീരുമാനവും എടുക്കുന്നില്ല. അതിനുശേഷം ഈ സിനിമയിലെ രംഗങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അണിയറ ദൃശ്യങ്ങൾ, ഒരു 3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ ഈ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തുന്നു. ഈ ട്രെയിലർ പുറത്തു വരുന്നു. അതിന് പിന്നാലെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാവായ ധനുഷ് ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നയൻതാര പറയുന്നത്. ഇത് തന്റെ ഹൃദയം തകർത്തു. ധനുഷ് ആരാണ് എന്ന് ഇതിലൂടെ വ്യക്തമായി. തരംതാണ പ്രവൃത്തിയാണ് ധനുഷ് ചെയ്തത്. ധനുഷ് ഓഡിയോ ലോഞ്ചുകളിൽ നിഷ്കളങ്കരായ ആരാധകർക്ക് മുന്നിൽ പറയുന്നതോ കാണിക്കുന്നതോ ആയ മുഖമല്ല യഥാർത്ഥ ധനുഷിന്റേത്. അതൊരു മുഖംമൂടിയാണ്. ധനുഷിന് ഒരുപക്ഷെ പകർപ്പവകാശം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ കോടതികളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും എന്ന് തുടങ്ങി അതിരൂക്ഷമായ വിമർശനങ്ങൾ അടങ്ങുന്ന, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന കുറെ അധികം 3 പേജ് അടങ്ങുന്ന ഒരു കത്താണ്, തുറന്ന കത്താണ് ഇന്ന് പുറത്തുവിട്ടത്. ജോബി, ഇതിൽ ധനുഷിന്റെ ബന്ധുക്കളെ ഒക്കെ പരാമർശിക്കുന്നുണ്ട് നയൻതാര. ഇതിപ്പോ നേരത്തെയും ധനുഷുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് നമ്മൾ തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ നയൻതാരയുടെ പൊട്ടിത്തെറിക്ക് ശേഷം, തുറന്ന കത്തിലൂടെയുള്ള പൊട്ടിത്തെറിക്ക് ശേഷം പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയോ ഇരുപക്ഷത്തുമായി ചേർന്ന്? ഇപ്പോൾ നമ്മൾ കാണുന്നത് സൈബർ ഇടത്തിൽ വലിയ തരത്തിലുള്ള പോരാണ്. നയൻതാരയെ പിന്തുണച്ച ഒരു വിഭാഗം, മറുവശത്ത് നയൻതാര തന്റെ വിവാഹ ദൃശ്യങ്ങൾ കോടികൾ പ്രതിഫലം വാങ്ങിയാണ് നെറ്റ്ഫ്ലിക്സിന് വിൽക്കുന്നത്. അപ്പോൾ നയൻതാര സൗജന്യമായല്ല ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ലോകത്തെ അറിയിക്കുന്നത്. നയൻതാര പറയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതിന് വേണ്ടി താൻ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പുറത്തിറക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് കോടികൾ പ്രതിഫലം വാങ്ങിയതിനു ശേഷമാണ് നയൻതാര വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നയൻതാര ഒരു നിർമ്മാതാവായ ധനുഷിന്റെ പകർപ്പവകാശത്തെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട്. ധനുഷിന്റെ അഭിഭാഷകന്റെ ഒരു പ്രതികരണം വന്നത്, വളരെ വിശദമായ ഒരു പ്രതികരണം ധനുഷിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം 2022-ലാണ്. അപ്പോൾ ഈ 2022-ൽ നടന്ന ഒരു ടൈമിൽ ഇവരുടെ കല്യാണ വീഡിയോസ് കാര്യങ്ങളൊന്നും ആണെങ്കിൽ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് 2 വർഷത്തിന് ശേഷമാണ് ഇപ്പം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ഡോക്യുമെന്ററി വരുന്നത്. അതായത് ഇവരുടെ ഈ ഒരു കല്യാണത്തിന്റെ ആ ഒരു ജേണി കാര്യങ്ങളൊക്കെ ആയിട്ട്, ആ ഒരു ലൈഫിന്റെ ജേണി കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഡോക്യുമെന്ററി വരുന്നത്. അപ്പം റീസെന്റ് ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ, നെറ്റ്ഫ്ലിക്സിന്റെ യൂട്യൂബ് ചാനലിലൂടെ അതിന്റെ ആണെങ്കിൽ ഒരു ട്രെയിലറോ ടീസറോ അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കുറച്ച് ക്ലിപ്സിന്റെ കാര്യങ്ങളൊക്കെ ഇതായിട്ട് വന്നിട്ട് പിന്നീട് ധനുഷ് ഇവരുടെ തിരിച്ചിട്ട് ഈ ഒരു അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ലെറ്റർ ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ധനുഷ് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്ററി എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇവരുടെ ഒരു കല്യാണ വീഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനമായിട്ട് ഇവർ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ
ആൾക്കാരിലോട്ട്, ഈ പറഞ്ഞ പോലെ ആൾക്കാരിലോട്ട് സന്തോഷം എത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പൈസ വാങ്ങിച്ചിട്ട് ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു 25 കോടിയോളം രൂപയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഈ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെൽ പ്ലാൻഡ് ആയിട്ടൊരു സാധനം വരുന്നു. കാര്യം അന്ന് വേറെ ഒരു കല്യാണത്തിൻ്റെ വേറെ ഒരു വിഷ്വൽസോ ബൈറ്റോ കാര്യങ്ങളൊന്നും പുറത്തോട്ട് വരാതിരുന്നത് അത് വളരെ എക്സ്ക്ലൂസീവായിട്ട് ഇത് പിന്നീട് വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാര്യം ഈ ഒരു കല്യാണം, അതായത് വലിയ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആളുകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ വിറ്റഴിച്ചു പോകുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ആ രീതിയിൽ, അപ്പോൾ ഇത് പ്രീ പ്ലാൻഡ് ആയിട്ട് നടന്നിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഇങ്ങനെ നാനും റൗഡി താൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്തിലെ BTSന്റെ ഒരു 3 സെക്കൻഡ് മാത്രമാണ് നയൻതാര ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ധനുഷായിരുന്നു. അപ്പം നയൻതാര ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ധനുഷിൻ്റെ പുറകെ പിന്നാലെ കുറേ നാളായിട്ട് നടക്കുകയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് ധനുഷ് ഈ ഒരു സംഭവം വന്നതിന് ശേഷം, അതായത് ഇങ്ങനൊരു യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനൊരു വീഡിയോ വന്നതിന് ശേഷം ഇവരുടെ പ്രൊഡക്ഷൻ്റെ പേര് വണ്ടർബാർ എന്ന് പറയുന്നൊരു സംഭവം, അതായത് വണ്ടർഫുൾ എന്തോ മീനിങ് വരുന്നൊരു ജർമ്മനോ അങ്ങനെ എന്തോ വേർഡോ എന്തോ സംഭവമൊക്കെയാണ്. അപ്പം അവിടെ നിന്നാണെങ്കിൽ നയൻതാരയ്ക്ക് ഒരു നോട്ടീസ് പോവുകയാണ്. അതായത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ ഒരു വിഷ്വൽസ് 3 സെക്കൻഡുള്ള ആ ഒരു വിഷ്വൽസ് BTS നിങ്ങളത് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 കോടി രൂപ നിങ്ങൾ കോപ്പറേറ്റ് ഈ ഒരു സംഭവം പരിപാടി തിരിച്ച് പൈസ കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇപ്പോൾ പല ആൾക്കാർക്കും കേൾക്കുമ്പോൾ തോന്നുന്നു ഒരു 3 സെക്കൻഡിൻ്റെ സാധനമല്ലേ എന്നുള്ളൊരു സാധനമായിരിക്കും. 3 സെക്കൻഡിൻ്റെ ആണെങ്കിലും 1 സെക്കൻഡിൻ്റെ ആണെങ്കിലും ഒരു പ്രൊഡ്യൂസറിൻ്റെ അവകാശമാണ് അത് ആർക്ക് വിറ്റഴിക്കണം, എങ്ങനെ ചിലവാക്കണം എന്നൊക്കെ ഉള്ളത് ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ അവകാശമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നയൻതാര ഈ ഒരു കേസ് പറയുന്നുണ്ടല്ലോ, അതായത് ഇവരുടെ ലൈഫിലെ ഈ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനത്തിന് പോലും ഇവർ ഇത് തരുന്നില്ല. എന്താ പറയുക, നിയമത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നീതി കിട്ടുമായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ നീതി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നയൻതാരയുടെ ഈ ഒരു സംസാരം. അപ്പം ഇതിന് ശേഷം എന്ന് വെച്ചാൽ ഈ വണ്ടർബാൻ പ്രൊഡക്ഷൻസിൽ നിന്ന് ഇവർക്ക് നോട്ടീസ് പോകുന്നത് വളരെ പ്രൈവറ്റ് ആയിട്ടായിരുന്നു ഇവർക്ക് നോട്ടീസ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഇത് റിമൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ നയൻതാര ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈവറ്റ് ആയിട്ട് അയച്ചേക്കുന്ന സാധനം തിരിച്ച് പബ്ലിക്കായിട്ടാണ് എല്ലാവരും അറിയത്തക്ക രീതിയിൽ എല്ലാവരും അറിയണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. അപ്പം ആ അതായത് തിരിച്ച് ധനുഷിൻ്റെ അടുത്ത് പറയുന്ന ആ ഒരു മറുപടിക്കകത്ത് ഇട്ടേക്കുന്ന കുറേ സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കുറച്ച് ഇത് വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓം നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് കൊടുത്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതായത് ധനുഷ് എപ്പോഴും ഇങ്ങനെ പറയുന്നൊരു വേർഡാണ് ഈ ഓം നമശിവായ എന്ന് പറയുന്നൊരു സാധനം. അതിൽ നിന്നാണ് നയൻതാര തുടങ്ങുന്നത്. ഡിയർ മിസ്റ്റർ ധനുഷ് കെ രാജ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് മാത്രം മതി. പക്ഷെ ഒപ്പം ഒന്നുകൂടെ ചേർത്തിട്ടുണ്ട്, സൺ ഓഫ് കസ്തൂരി രാജ, ബ്രദർ ഓഫ് സെൽവരാഘവൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇവരുടെ ഫാമിലിയിലുള്ള ആളുകളെയും ചേർത്തിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. ആ ഫാമിലിയിലുള്ള ആളുകളെ ഇവിടെ ഉൾപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ലല്ലോ. ഇപ്പം നയൻതാര വീസസ് ധനുഷ് ആണെങ്കിൽ അവർ തമ്മിൽ മാത്രം സംസാരിക്കേണ്ട ആവശ്യമാണ്. കാര്യം ഇത് എന്താ പറയുക, അവരുടെ ആ ഒരു പ്രോപ്പർ ചാനൽ ത്രൂ പോയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ നോട്ടീസ് ആണല്ലൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഫാമിലിനെ ഉൾപ്പെടുത്തി പറയേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് പിന്നീട് പറയുന്ന ഫസ്റ്റ് ഒരു 2 സെന്റൻസ് മാത്രം ഞാൻ വായിക്കാം. എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ ലൈക്ക് യു വിത്ത് ദ സപ്പോർട്ട് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് യുവർ ഫാദർ ആൻഡ് യുവർ ബ്രദർ ആൻഡ് ഏസ് ഡയറക്ടർ നീഡ്സ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് സിനിമ as well no is a fight for survival for people like me, a self-made woman with no links in the industry and someone who had to struggle my way ടു ദ പൊസിഷൻ ഐ ഹോൾഡ് ടുഡേ. അതായത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ധനുഷിന് ഈ പറയുന്ന ധനുഷ് നെപ്പോക്കിഡാണ്, ധനുഷിൻ്റെ ബ്രദർ ഡയറക്ടറാണ്, ഫാദർ അതാണ് ഇതാണ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നിട്ടുള്ള ഒരാളാണ്. ഇന്നിപ്പം ഞാൻ ഈ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്നത് ഞാനത് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെയാണ് നയൻതാര പറയുന്നത്. അപ്പോൾ ഈ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു പദവിയിലോട്ട് വന്നിട്ടുള്ള ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ മുന്നോട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഈ ലേഡി സൂപ്പർ സ്റ്റാർ പദവി എങ്ങനെ വന്നു എന്നും, അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾ ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി എന്ന് ഉദ്ദേശിക്കുന്ന സാധനം എത്ര ആൾക്കാരെ വഴിവെട്ടി ഇട്ടു എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. അപ്പം ഇങ്ങനൊരു സംഭവം വന്നതിന് ശേഷം കുറേ ലേഡി ആക്ട്രസ് ഒക്കെ ആണെങ്കിൽ നയൻതാരെ, ഈ പറയുന്ന പാർവതി തിരുവോത്ത് അവരെ പോലുള്ള ആൾക്കാരെല്ലാം ആണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് പറയുന്ന വേറൊരു സാധനമാണ്, ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ള സിനിമയുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർക്ക് പ്രശ്നമില്ല, പിന്നെ ധനുഷിന് മാത്രമാണ് പ്രശ്നം. ഒപ്പം പറഞ്ഞ് ചേർത്തേക്കുന്ന വേറൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ഈ സ്പൈഡർ മൂവിയിലെ SJ സൂര്യ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ ആക്ടർ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ വളരെ സൈക്കോപാത്ത് ആയിട്ടുള്ള, മറ്റുള്ളവരുടെ വിഷമത്തിൽ സന്തോഷം കണ്ടെത്തുന്ന അത്രത്തോളം എക്സ്ട്രീം ലെവലിലുള്ള ഒരു സൈക്കോപാത്താണ് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. SJ സൂര്യ ആ ഒരു
സ്പൈഡർ എന്ന് പറയുന്ന മൂവിയിൽ ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം അത്രത്തോളം രീതിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ധനുഷ് എന്ന് ചേർത്തിട്ടാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം അത്രത്തോളം പറയേണ്ട ആവശ്യമുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആളുടെ മകൻ അല്ലെങ്കിൽ ഇന്ന ആളുടെ ബ്രദർ എന്ന് ചേർത്ത് പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ വേറെ സോഷ്യൽ മീഡിയയിലുള്ള വേറെ കുറച്ച് കോലാഹലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്ന മുമ്പ് കുറേ കാലങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ധനുഷ് നയൻതാരങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ സംഭവത്തിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് എതിർനീച്ചൽ ആ ഒരു സോങ് ഉണ്ടല്ലോ, ആ ഒരു സോങ്ങിൽ നയൻതാര ഇതുപോലെ വന്നൊരു ക്യാമിയോ വന്ന് ചെയ്തിട്ട് പോകുന്നതിന് ₹1 സാലറി പോലും വാങ്ങാതാണ് വന്ന് ചെയ്തിട്ടുള്ളത്. അതായത് ധനുഷിനോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം ₹1 പോലും സാലറി വാങ്ങാതെയാണ് നയൻതാര വന്ന് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ധനുഷ് തിരിച്ച് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയല്ലേ, വളരെ തോന്നിയാസമല്ലേ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ആ ഒരു ഫേസിൽ കുറേ ആൾക്കാർ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ തന്നെ SS കുമരൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ കം മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ധനുഷ് നയൻതാര കേസ് പോലുള്ള സെയിം സാധനം, അതായത് ഈ നയൻതാര ആണെങ്കിൽ ധനുഷിൻ്റെ കൂടെ ആ ഒരു എതിർനീച്ചൽ എന്ന് പറഞ്ഞ ആ ഒരു സോങ്ങിനകത്താണെങ്കിൽ ക്യാമിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി ₹1 പോലും സാലറി വാങ്ങാതെ വന്നു എന്ന് പറഞ്ഞതിന് ഒരു മറുപടി ആയിട്ടുള്ളൊരു സംഭവം പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നൊരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു സാധനം എന്ന് വെച്ചാൽ നയൻതാരയുടെ ഹസ്ബൻഡ് LIC എന്ന് പറയുന്നൊരു മൂവി ചെയ്യാനെ കൊണ്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൂവി പ്ലാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഇവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് ഈ പറയുന്ന SS കുമരൻ എന്ന് പറയുന്ന ആൾ ചെയ്യാൻ വെച്ചിരുന്ന ഒരു പടത്തിൻ്റെ ടൈറ്റിലാണ്. കാര്യം ഇവർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്നതാണ്. അതായത് LIC, അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ടൈറ്റിൽ ഓൾറെഡി ഇവർ ഈ പറയുന്ന പോലെ SS കുമരൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട് വെച്ചേക്കുന്ന ആ ഒരു ടൈറ്റിൽ. ഇതേ ടൈറ്റിൽ നയൻതാരയുടെ ഹസ്ബൻഡ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവരുടെ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഒരു പേരാണിത്, അപ്പോൾ നിങ്ങൾക്ക് ദയവേത് നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കിന് SS കുമരൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് എൻ്റേതാണ്, ഞാൻ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു സാധനമാണ്, ഒരു രീതിയിലും കൊടുക്കാൻ താല്പര്യമില്ല, ഒരു രീതിയിലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഈ പറയുന്ന പോലെ നയൻതാരയുടെ ഹസ്ബൻഡ് പിന്നീട് ആ സിനിമ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ പൂജാ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈമാണ് ഈ പറഞ്ഞ നയൻതാര ഇപ്പം ധനുഷിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. അതായത് ഇവിടെ SS കുമരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് അയാളുടെ അനുവാദമില്ലാതെ ഇവർക്കിത് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അത് ഉപയോഗിക്കാൻ പാടില്ല. കാര്യം ഓൾറെഡി അവർ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ ഈ ഒരു നയൻതാരയുടെ ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കിന് ഈ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലോട്ട്, അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു എന്നുള്ളൊരു സാധനം പറയുന്നുണ്ടല്ലോ. ഈ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണോ അതോ ഒറ്റയ്ക്ക് ബാക്കിയുള്ളവരെല്ലാം വഴി വെട്ടി വന്നതാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ മമത മോഹൻദാസ് ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊരു ചെറിയൊരു ബൈറ്റ് മാത്രം ഞാൻ ഇങ്ങോട്ട് വെക്കാം. சேர்ந்து ஒரு சாங் இந்த படத்தில் இருக்குன்னு சொல்லும்போது அந்த ஃபிலிமில் ஆக்சுவலி ஹீரோயின் ஆல்சோ டசன்ட் ஹேவ் மச் ரோல். குஜேலன் மூவில ஓகே, தி ஸ்டோரி இஸ் அபவுட் சினிமா, ரைட், ஆர் இஸ் அபவுட் சினிமா மேக்கிங் ஆர் சம் movie in movie. Once you start shooting the film, the director dane and the song, I'm directing the song. While I'm directing the song, we slip into, it is not going to be the heroine, it is going to be you and Rajni sir. அப்படி சொன்னேன். So அதனால மட்டும்தான் வேற ஒரு ஃபிலிமோட ஷூட்டிங் ஸ்டாப் பண்ணிட்டு நான் துபாயில இருந்து இங்கே வந்துட்டு அதுக்கு 4 days கொடுத்தது. And when I watched the final out, அந்த சாங் ஷூட் பண்ணாங்களா? இல்ல இந்த ஷார்ட் சாங்கே ஷூட் பண்ணல. வந்த டைம்ல தான் தெரிஞ்சது எல்லாமே மாறி போச்சு. அப்போ நிறைய ஃபர்ஸ்ட் டே ஆல்மோஸ்ட் ஷார்ட்ஸே எடுக்கல. ஏன்னா there was some dispute, கொஞ்சம் டிஸ்கஷன், ஏதோ டிஸ்பியூட் இருந்தது. அதனால எல்லாரும் was silent, like ஐயோ அந்த மாதிரி ஒரு டாக் நடந்துட்டு இருந்தது. அது என்னன்னு எனக்கு புரியல. அப்பதான் புரிஞ்சது that there was some issue and somebody else had a problem with it. அதனால என்னோட சாங் இப்ப பிளான் பண்ற மாதிரி பண்ண போறது இல்ல. And besides that, I think எடுத்த ஷார்ட்ஸே இல்ல. லைக் இட்ஸ் ஹார்ட்லி என்னோட ஹெட்டோட பேக், என்னோட ஃபேஸோட ப்ரொஃபைல் சைடு வைப் ஷார்ட்ஸ் தான் இருக்கு. ஐ கெட் a call from Rajni sir's office and Rajni sir came on the phone and he actually thanked me for making that effort. எனக்கு தெரியும் நிறைய ஆர்டிஸ்ட்க்கு அவங்களோட ஈகோஸ் இருக்கு, அது இருக்கு. For me it's more important to be a real human being than fighting as an artist for my position. எனக்கு I think who I am, what I deserve இருக்கிறத people only should see. ഓക്കെ, അപ്പം സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതായത് പറയുന്ന മമത മോഹൻദാസ് നമ്മുടെ എന്താ പറയുക സൂപ്പർ സ്റ്റാർ രജനീകാന്ത്
അദ്ദേഹത്തിൻ്റെ ഒപ്പം ആണെങ്കിൽ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സോങ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പടത്തിൽ നിന്നും അവിടുന്ന് വിട്ടിറങ്ങി ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വന്ന് ആ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഈ പറയണ പോലെ ഈ ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് സൈഡ് പിന്നെ ഫ്രണ്ടിലത്തെ ഭാഗം ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവിടെ പുള്ളിക്കാരിയുടെ ഫേസ് വരാതെ, അതായത് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് ഈ പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ ഫേസ് തന്നെ നിൽക്കണം, അതായത് നയൻതാരയുടെ തന്നെ നിൽക്കണം. അതുകൊണ്ട് മാത്രം പുള്ളിക്കാരി പിന്നീട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറ്റി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കുറേ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നയൻതാര ഈ പറഞ്ഞ പോലെ മമത മോഹൻദാസ് എബൌട്ട് നയൻതാര എന്നുള്ള യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് നമ്മളെ ഇവിടെ ഈ ലേഡി സൂപ്പർ സ്റ്റാർസിന് മാത്രമല്ല ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള. ഞാൻ ഈ അടുത്ത് എൻ്റെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ലുലുവിൽ പോയപ്പോഴത്തേക്കിനും അവിടെ വെച്ചിട്ട് ഈ പറയുന്ന ഒരു ആക്ട്രസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ആക്ട്രസിനെ പറ്റിയിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ഫേമസ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഫേമസ് യൂട്യൂബ് ചാനലിലെ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ അവിടുത്തെ ഡയറക്ടറായിട്ടുള്ളൊരു സുഹൃത്ത് നമുക്കുണ്ടായിരുന്നു. അപ്പം ഇവർ ഇവിടെ എ ഡി ആയിട്ടും ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ ഒരു പടത്തിൻ്റെ എ ഡി ആയിട്ടും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കിനും ആ ആക്ട്രസ് പ്രൊഡ്യൂസറാണ്. പുള്ളിക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഏത് പടത്തിനെ പറ്റിയിട്ട് എത്ര പൊട്ട കഥയാണെന്ന് പറഞ്ഞാലും ആ ലേഡിക്കാണ് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് ഇവിടെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര പൊട്ടപ്പടാലും പുള്ളിക്കാരി പടം പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ. പിന്നെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു പടത്തിനകത്ത് ഒരു സീനിനകത്ത് മറ്റു കുറച്ച് പെൺകുട്ടികളൂടെ വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികൾ പുള്ളിക്കാരിയെ കാട്ടി അത്യാവശ്യം ഭയങ്കര ലുക്കായിട്ടുള്ള പെൺകുട്ടികളായതുകൊണ്ട് ആ സീൻ കട്ട് ചെയ്ത് മാറ്റുന്നതിന് പകരം, അല്ലെങ്കിൽ ആ ഒരു ഷൂട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ പുള്ളിക്കാരി അവരെ മാറ്റണം, പകരം ആ സീൻ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീൻ നേരെ മാറ്റുകയാണ്. ആ ഒരു സെറ്റിലുണ്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള സാധനമായിരുന്നു പുള്ളിക്കാരിക്ക് ഈ ഈഗോ അടിച്ചിട്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത്. അപ്പോൾ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല, നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല. ചെറിയ കുറച്ച് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ കണ്ടാലോ വീഡിയോ കണ്ടാലോ മാത്രം അറിയുന്ന, അല്ലെങ്കിൽ പേര് പോലും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ആക്ട്രസ് ആണ്. അപ്പോൾ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കിനും അവരുടെ ഈഗോ എത്രത്തോളം വർക്കാവും, എത്രത്തോളം ആൾക്കാരിലോട്ട് ഈ ഇൻജെക്ട് ചെയ്ത് വരും എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് അപ്പം ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലെ ചെറിയൊരു ആക്ട്രസ് ഇങ്ങനെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം അവിടെയുള്ള ഒരു വലിയൊരു ലേഡി സൂപ്പർ സ്റ്റാർ എത്രത്തോളം കാണിക്കുന്നുണ്ടാവും. അപ്പം ഞാനിപ്പോഴും ആലോചിക്കുന്നതാണ് ആ ഒരു ലെറ്ററിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന പോലെ ഞാൻ ഈ പറയുന്ന ഒറ്റയ്ക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ഇത്രയും ഫാമിലി നിങ്ങൾക്ക് നെപ്പോ കിട്ടല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നൊരു സാധനമാണ്. അപ്പോൾ ലൈക്ക് എന്താ പറയുക, കുറേ ആൾക്കാരെ എവിടേക്കോ ഈഗോ വെച്ചിട്ടാണെങ്കിൽ അങ്ങോട്ട് തഴഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ഫിലിം ഫീൽഡ് അല്ലേ ഇത്, കണ്ടാൽ കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുമല്ലോ. പിന്നെ നയൻതാര ഇതാണെങ്കിൽ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് സന്തോഷം പകരം ഇവരുടെ ആ ഒരു ലൈഫിലെ ആ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇന്റൻഷൻ മാത്രമായിട്ട് ചെയ്യുന്ന സാധനമല്ലല്ലോ. ഇതൊരു കച്ചവടം നടത്തിയതല്ലേ. അവരുടെ ഒരു കല്യാണം എന്ന് പറയുന്ന സാധനം അതൊരു കച്ചവടം നടത്തിയൊരു പരിപാടിയാണ്. എന്തോ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് 25 കോടിയോളം രൂപയാണ് അവർക്ക് അതിൽ നിന്നുള്ള പ്രതിഫലം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഇതിൽ നിന്നൊരു ഈ പറയുന്ന വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കിന് അത് കൊടുക്കണോ വേണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ അത് റെമ്യൂണറേഷൻ, അല്ലെങ്കിൽ ഇതിന് ഈ പറയുന്ന പോലെ പൈസ വാങ്ങണോ എന്നുള്ളൊക്കെ എല്ലാവിധ റൈറ്റും ധനുഷിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇപ്പം തൽക്കാലം വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതുവരെ ഇത്രയാണ്. അപ്പോൾ ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു ഇൻഡസ്ട്രിയിൽ തമിഴ് ഇൻഡസ്ട്രി എന്നല്ല ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഹേമ കമ്മിറ്റി ആയിരുന്നു. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നയൻതാര വേഴ്സസ് ധനുഷ് എന്ന് പറയുന്ന മുട്ടനടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനൊരു റിപ്ലൈ ആയിട്ട് ധനുഷിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ അപ്ഡേറ്റ് വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കാണാം.